ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഹ്യൂണ്ടായ് വണ്ടീൻ്റെ ആക്സെൻ്റ് ആണ്. ആക്സെൻ്റ് പഴയ മോഡൽ CRDA ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ വാട്ടർ പമ്പ് ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് മാറണം. 1,00,000 കിലോമീറ്ററിനൊക്കെ മുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് മാറണം. വാട്ടർ പമ്പ് ലീക്ക് ആയിട്ടുണ്ട്. ഓൾറെഡി വാട്ടർ പമ്പ് ലീക്കാണ്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് നമ്മൾ അഴിക്കുന്നത്. ആ മുകളിലെ കവറിങ്ങും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട്. അത് ഉള്ളിലെ മൗണ്ടിങ്, എഞ്ചിൻ്റെ മൗണ്ടിങ്ങിൻ്റെ ബ്രാക്കറ്റ് മൗണ്ടിങ് എല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറുമ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്കിങ് വെക്കണം. മാർക്കിങ് വെക്കാതെ ഒരിക്കലും അഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മാർക്കിങ് ഇത് ക്രാങ്കിൻ്റെ മാർക്കിങ് ആണെങ്കിൽ കാണും ഒരു വെട്ടുണ്ടായിരിക്കും. ഈ പുള്ളിയിലൊരു വെട്ടുണ്ടായിരിക്കും. ആ വെട്ട് നേരെ ഇതിൻ്റെ മുകളിലൊരു പിന്ന് പോലത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും. അതുമായിട്ട് സൂട്ടാക്കി വെക്കുക. കാണിച്ചു തരാം. ഇതാ മുകളിലൊരു പിന്ന് പോലത്തെ ഒരു ഇതുണ്ടായിരിക്കും. ഇതാ ഈ ഭാഗത്തേക്ക് ആ വെട്ട് കൊടുന്ന് വെക്കണം. അപ്പോൾ ക്രാങ്കിൻ്റെ മാർക്കിങ് ഓക്കെ ആവും. ക്രാങ്കിൻ്റെ ടൈമിങ് വരുന്നത് അവിടെയാണ്. അപ്പോൾ പിന്നുള്ളത് ചെയ്യാനുള്ളത് ക്യാമാണ്. ക്യാമിൻ്റെ ടൈമിങ്ങാണ് വെക്കാനുള്ളത്. അപ്പോൾ ക്രാങ്ക് വെച്ച് കഴിഞ്ഞാൽ നേരെ ക്യാം വെക്കണം. അപ്പോൾ ക്യാമിൻ്റെ പുള്ളിയിൽ അതേപോലെ ഒരു വെട്ടുണ്ടായിരിക്കും. ഇതുണ്ട് ഈ വെട്ട് നേരെ ഹെഡിൻ്റെ ഇതായിട്ട് പാരലായിട്ട് വരണം. ഇതായിട്ട് സെയിം ആയിട്ട് വരണം. അത് ക്രാങ്ക് ടൈമിങ് വെക്കുക. ടൈമിങ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാം അവിടെ ടൈമിങ് ആയിക്കോളും. അപ്പോൾ ക്രാങ്ക് നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ വെട്ട് നമ്മൾ ആ ടൈമിങ്ങിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ടൈമിങ് വെച്ചിട്ടുണ്ട്. ക്രാങ്കിൻ്റെ ടൈമിങ് ഓക്കെ ആക്കിയിട്ടുണ്ട്. എന്താ പിന്നിൻ്റെ അടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ ഓൾറെഡി ടൈമിങ് ഓക്കെ ആയിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ CIDയിൽ വരുന്നത് ക്രാങ്കും ക്യാമും മാത്രമേ ടൈമിംഗ് ഉള്ളൂ. പമ്പിന് ടൈമിംഗ് ഇല്ല കേട്ടോ. ഓക്കെ. ഇപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ വെട്ടതാ ആ പുള്ളിൻ്റെ അടുത്ത് വരെ എത്താനായിട്ടുണ്ട്. ഓക്കെ. ക്രാങ്കിൻ്റെ ടൈമിംഗ് ഓക്കെ. അതോടൊപ്പം തന്നെ അതാ ക്യാമിൻ്റെ മാർക്കിങ് ഓക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്നുണ്ടാവില്ല. ആ ടൈമിങ് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ആക്സബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് ലെവൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും കേട്ടോ. അല്ലാത്ത പക്ഷം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ആ ടൈമിങ് ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ കറക്റ്റായിട്ടൊരു ആക്സബ്ലേഡ് കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ. ഇപ്പോൾ ടൈമിങ് കറക്റ്റായിട്ടുണ്ട്. ക്രാങ്കും ക്യാമും ടൈമിങ് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് അഴിച്ച് മാറ്റണം. ബെൽറ്റ് അയക്കണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ ടെൻഷനർ കേട്ടോ. ഇത് ഓട്ടോ ടെൻഷനറാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഷൻ ആയിക്കോളും. അപ്പോൾ ആ ടെൻഷനർ ഒന്ന് താഴ്ത്തിയിട്ട് ജസ്റ്റ് ബെൽറ്റ് ഒന്ന് പുറത്തേക്ക് എടുത്താൽ മതി. 13ൻ്റെ റിങ് വെച്ചിട്ട് ജസ്റ്റ് ആ പുള്ളിയിൽ വെച്ചിട്ട് താഴ്ത്തി കൊടുത്താൽ മതി. അവിടെ താവണുണ്ടോ? അതേപോലെ താഴ്ത്തിയിട്ട് ബെൽറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ആക്സിൻ്റെ CIDൻ്റെ ടൈമിംഗ് ബെൽറ്റ് അഴിക്കേണ്ടത്. തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പം ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അടിയിൽ നിന്ന് ക്രാങ്കിൽ വെക്കുക. എന്നിട്ട് വാട്ടർ പമ്പിലൂടെ കൊടുന്ന് ഈ ഐഡലറെ കൊടുന്ന് ക്യാമിലേക്ക് വന്നിട്ട് ഈ ടെൻഷനർ ഒന്ന് താത്തി കൊടുത്തു കഴിഞ്ഞാൽ ബെൽറ്റ് സിമ്പിളായിട്ട് കയറും. ഇനി നമുക്ക് ഇതിൻ്റെ വാട്ടർ പമ്പ് അയക്കണം. വാട്ടർ പമ്പ് അയക്കുന്നതിന് മുന്നേ ഒരു കവർ ഉണ്ടായിരിക്കും. ആ കവർ 3 10ൻ്റെ ബോൾട്ടാണ് ഉണ്ടായിരിക്കും കേട്ടോ. ആ 10ൻ്റെ ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കവർ ഊരി മാറ്റാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വാട്ടർ പമ്പിൻ്റെ ബോൾട്ടുകൾ അയച്ചു മാറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. അപ്പോൾ ഇങ്ങനെയാണ് CIDൻ്റെ ടൈം ബെൽറ്റ് മാറ്റുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം.